നിന്റെ കൊച്ചിൻ്റെ അച്ഛനായി പോയില്ലടി മോളെ. അമ്മു ആരോ ആയിക്കോട്ടെ, നിനക്ക് പക മനസ്സിലുണ്ടാവണ്ട. അമ്മുവെന്നോ ചക്കിന്നോ തുളസിയെന്നോ ഒക്കെ അവൻ വിളിക്കും. നീ വിളി കേള്, സുഖമാക്കി വിട്. നല്ലത് നീ ചെയ്യടി പെണ്ണേ. അവൻ നിന്നെ ദ്രോഹിക്കുമ്പോഴേ മക്കളെ നമുക്കൊരു മനസ്സുഖം ഉണ്ടാവും. അതിനു വേണ്ടിയാണ്. അത് സഹിക്കാൻ വയ്യാതെ നിനക്ക് കരച്ചിലാണ് വരുന്നതെങ്കിൽ നീ ആരും കാണാതെ കരഞ്ഞു തീർക്കണം. അത് ദൈവം കാണും മക്കളെ, കാണാതിരിക്കില്ല. നമ്മളെ ദൈവം സന്തോഷം മാത്രം തരണേ എന്ന് കരച്ചിലിൽ പ്രാർത്ഥിക്കണം. കേട്ടോ മക്കളെ? അത് സുമയും കേട്ടു. അവർ മനസ്സിലോർത്തു, ഈ അമ്മ എൻ്റെയും അമ്മയാണ്. സുമയ്ക്ക് ലതയുടെ അമ്മയെ വളരെ ഇഷ്ടമായി. സുമ വിളിച്ചു, അമ്മേ എനിക്കൊരു തേയില വേണം. തേയില എന്തിന് ചോദിക്കണ്? ഇവിടെ പാല് കാണൂല എന്ന് വിചാരിച്ച കൊച്ചമ്മ? എനിക്കറിയാം, നിങ്ങളെപ്പോലെ ഉള്ളവർ വരുമ്പോൾ മാത്രം ഞാൻ ചായ ഉണ്ടാക്കും. അതിനു വേണ്ടി മാത്രം പാൽപ്പൊടി വാങ്ങി വച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല മണമുള്ള ഇളം കാറ്റ് അതുവഴി കടന്നുപോയി. സുമ കണ്ണുകളടച്ച് ആ കാറ്റും മണവും അനുഭവിച്ചു. ലതയുടെ അമ്മ നല്ല പൂവുള്ള ഗ്ലാസ്സിൽ ചായ എടുത്തു. അതിൻ്റെ ചുവട് തോളിലിട്ട് നേരിയതിൽ തുടച്ചു ചിരിയോടെ സുമയുടെ കയ്യിൽ കൊടുത്തു. കൊച്ചമ്മ, ഈ പണി തീരാത്ത വീട്ടിൽ നിന്നും ചായ കുടിക്കുമോ എന്ന് പേടിയായിരുന്നു. കാണാൻ ഒരു ചേലില്ലാത്ത വീടല്ലേ. അതൊക്കെ മാറും, സുമ പറഞ്ഞു. എൻ്റെ ലതേ കൊച്ചമ്മ, എൻ്റെ ലതയെ പോലെ സ്നേഹമുള്ള ആളായത് മഹാദേവൻ എൻ്റെ പിള്ളയ്ക്ക് കൊടുത്ത ഭാഗ്യം. എൻ്റെ ഭഗവാൻ പാർവതി ദേവിയെ ഇവിടേക്ക് അയച്ചതുപോലെയാണ് എനിക്കിപ്പോൾ തോന്നണത്. എൻ്റെ സങ്കടങ്ങളെല്ലാം മാഞ്ഞതുപോലെ. ചുണ്ടോടടുപ്പിച്ച തേയില കപ്പോടെ തറയിൽ വെച്ച് ആ അമ്മയെ സുമ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മയ്ക്കിനി എല്ലാ ദുഃഖങ്ങളും ദൈവം മാറ്റിത്തരും. ലതയെപ്പോലെ എന്നെയും കണക്കാക്കിയാൽ മതി. തമാശകൾ പറയില്ല കൊച്ചമ്മ. പിള്ള വരുമ്പോൾ നമുക്ക് പോകാം. ലതേ, കൊച്ചുപിള്ള വരും മുമ്പേ എന്തെങ്കിലും വാങ്ങിക്കാൻ പോകാനിരുന്നതാണ്. നിങ്ങളൊക്കെ വന്നത് കാരണം ഒന്നും വാങ്ങിച്ചു വച്ചില്ല. ലതയുടെ അമ്മ പറഞ്ഞപ്പോഴാണ് അവൾ ഓർത്തത്. ബാഗ് തുറന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയും അടപ്പ് തുറന്നത് പുറത്തെടുത്തപ്പോൾ അമ്മ പറഞ്ഞു, ഇതവൾ ഉണ്ടാക്കിയതല്ല തീർച്ച. ലതേ, ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിക്കണം കേട്ടാ. അതല്ലേ അമ്മ ഞാൻ അമ്മയും കൊണ്ട് പോണത്. അവിടെ ചെന്നിട്ട് അമ്മ എല്ലാം പഠിച്ചെടുക്കണം. നമുക്ക് അതൊക്കെ കഴിക്കണം അല്ലേ ചേച്ചി? ലത പറഞ്ഞു. കൊച്ചമ്മ എന്ന് വിളിക്കടി. ലത ചേച്ചിയെ കൊച്ചമ്മ എന്ന് വിളിച്ചാൽ ചേച്ചിക്ക് ദേഷ്യം വരും. ചേച്ചിക്കും അതാണ് ഇഷ്ടം. അമ്മ കൊച്ചമ്മ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് ചേച്ചിക്ക് ഇപ്പോഴത്തെ സങ്കടം അല്ലേ ചേച്ചി? ലത സുമയോട് ചോദിച്ചു. അതെ, അത് തന്നെ. ഞാൻ നിൻ്റെ അമ്മയുടെ അമ്മയായതുപോലെ തോന്നുന്നു ലതേ, സൗദാമിനി പറഞ്ഞു. ഒരിക്കലും ഞാഞ്ഞൂല് കൊഴുത്താൽ മൂർഖൻ പാമ്പാവൂല. ഞാൻ ഒരു ഞാഞ്ഞൂലാണ്, സൗദാമിനി പറഞ്ഞു. ആരും മൂർഖൻ പാമ്പല്ല, എല്ലാവരും ഞാഞ്ഞൂലല്ലേ അമ്മേ? സുമയുടെ വർത്തമാനം കേട്ട് സൗദാമിനി ചിരിച്ചുപോയി. ലതയുടെ മകളെ കണ്ട് സുമ അതിശയിച്ചു പോയി. തുകിനെ പോലെ. തുകിന കുട്ടിയായിരുന്നപ്പോൾ കണ്ടതുപോലെ വെളുത്തു മെലിഞ്ഞ നല്ല കുട്ടി, നല്ല സൗന്ദര്യം. ചിരിച്ചു കളിച്ച് അവളെത്തി. വന്ന ഉടനെ ബാഗ് വലിച്ചെറിഞ്ഞില്ല. അവിടെ ഒരു നീണ്ട ഒരു ആണിയിൽ അത് തൊടുത്തിയിട്ടു. പുറത്ത് വെള്ള വള്ളിച്ചെരുപ്പ് അപ്പോഴാണ് സുമ കണ്ടത്. പഴകിയ നല്ല വൃത്തിയുള്ള നീല അരപ്പാവാട, വെള്ള ഷർട്ട്, കാലിൽ കൊലുസ്, ചുവന്ന റബ്ബർ വള, ചുവന്ന റിബൺ. തലമുടി മെടഞ്ഞു കെട്ടിയിരിക്കുന്നു. ഐശ്വര്യമുള്ള മുഖം. അവൾ സുമയെ നോക്കി ചിരിച്ചു. സുമ അവളോട് ചോദിച്ചു, എൻ്റെ വീട്ടിൽ വരുന്നോ? അവൾ ഇല്ലെന്ന് തലയാട്ടി. എന്താ? സുമ തിരക്കി. എനിക്ക് ക്ലാസ് ടെസ്റ്റ് ഉണ്ട്. ക്ലാസ് ടെസ്റ്റ് അല്ലേ, സാരമില്ല, ലത പറഞ്ഞു. നമ്മളെല്ലാവരും പോകുന്നു. മിനിയമ്മയും വരുന്നു. മോളെ, നിൻ്റെ അച്ഛന് സുഖമില്ലാതെ ആശുപത്രിയിലാണെന്ന്. ഈ കൊച്ചമ്മയുടെ വീട്ടിലാണ് നിൻ്റെ അമ്മ നിൽക്കണത്. മിനിയമ്മയും കൂടെ പോണാ? നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഈ കൊച്ചമ്മ വന്നിരിക്കുന്നത്. നീ മാത്രം പരീക്ഷയ്ക്ക് വേണ്ടി ഇവിടെ ഇരുന്നാലോ? വാ മോളെ, പോകാം, സൗദാമിനി പറഞ്ഞു. നല്ല മക്കളല്ലേ, പറഞ്ഞാൽ കേൾക്കണം. നമുക്ക് അച്ഛനെയും കണ്ട് ഈ കൊച്ചമ്മയുടെ വീട്ടിലും പോയി അമ്മയെയും അവിടെ ജോലിക്ക് ആക്കിയിട്ട് തിരികെ വരാം. അവൾ മനസ്സിലാകാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. നോട്ടം സുമയിലെത്തി നിന്നു. മോളുടെ പേരെന്താ? സുമ ചോദിച്ചു. നിത, അവൾ മറുപടി പറഞ്ഞു. നിത മോളെ, ഞാൻ ലീവ് ലെറ്റർ എഴുതി തരാം. ഞാൻ മോളുടെ കൂടെ വന്ന് ടീച്ചറോട് സംസാരിക്കാം. എന്താ? ശരിയെന്ന് നിത തലകുലുക്കി. സുമ വീട്ടിലേക്ക് കാർ ബുക്ക് ചെയ്തു. അതിശയത്തോടെ നിത ഫോൺ നോക്കിക്കൊണ്ടിരുന്നു. ഇതുപോലൊരു ഫോൺ വേണോ?
വേണ്ട എന്നവൾ തലയാട്ടി. എന്താ വേണ്ടാത്തത്? സുമ ചോദിച്ചു. എനിക്കിഷ്ടമില്ല കൊച്ചമ്മ. മിനിയമ്മ പറഞ്ഞു തന്നോ കൊച്ചമ്മ എന്ന് വിളിക്കാൻ? സുമ ചോദിച്ചു. മിനിയമ്മ അങ്ങനെ വിളിക്കണത് കേട്ട് എൻ്റെ പൊന്നുമോള് അങ്ങനെ വിളിക്കണ്ട കേട്ടോ. ആൻറ്റീന്ന് വിളിച്ചാൽ മതി. ശരി ആൻറ്റി. സൗദാമിനി ഇതെല്ലാം കണ്ട് അഭിമാനത്തോടെ നേരിയതെടുത്ത് കണ്ണുകളൊപ്പി പുഞ്ചിരിയോടെ ലതയെ നോക്കി.